എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുള്ളത് ഈ വിറ്റാമിൻസ് ഒക്കെ കഴിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. പക്ഷേ ഇത്രയും പൈസ കൊടുത്തിട്ട് വിറ്റാമിൻസ് വാങ്ങിയിട്ടും അത് കഴിച്ചിട്ടും വലിയ മെച്ചമൊന്നും കാണുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. നിങ്ങളും പലതരത്തിലുള്ള വിറ്റാമിൻസും സപ്ലിമെൻസും കഴിക്കുന്നുണ്ടാവും. പക്ഷെ അത് കഴിക്കേണ്ട സമയം കൂടി ശ്രദ്ധിക്കണം. ചില വിറ്റാമിൻസ് ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുന്നതാണ് നല്ലത്. ബാക്കിയുള്ള കുറച്ച് വിറ്റാമിൻസും സപ്ലിമെൻസും രാത്രി സമയത്തായിരിക്കും നിങ്ങൾ കഴിക്കുന്നത്. അത് അതേപോലെ തന്നെ കഴിച്ചാൽ മതിയോ. കൃത്യമായിട്ടുള്ള സമയത്ത് വിറ്റാമിൻസ് കഴിക്കാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ വിറ്റാമിൻസിൻ്റെ കംപ്ലീറ്റ് ഇഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ വിറ്റാമിൻസും സപ്ലിമെൻസും ഏത് സമയത്താണ് കഴിക്കേണ്ടത്? ഈ വീഡിയോയുടെ വിഷയം അതാണ്. സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. ആദ്യം പറയാനുള്ളത് വിറ്റാമിൻ ഡിനെ കുറിച്ചാണ്. വിറ്റാമിൻ ഡി അല്ലെങ്കിൽ സൺഷൈൻ വിറ്റാമിൻ എന്നും പറയും. സൂര്യപ്രകാശം നമ്മുടെ സ്കിന്നിൽ തട്ടുമ്പോൾ നമ്മുടെ സ്കിന്നിൽ തന്നെ ഉൽപ്പാദിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. നമ്മുടെ മസിൽസിനും ജോയിൻസിനും ബോൺസിനും നമ്മുടെ ബോഡിയിലുള്ള കാൽഷ്യത്തിൻ്റെ മെറ്റബോളിസത്തിനെല്ലാം വിറ്റാമിൻ ഡി അത്യാവശ്യമാണ്. പക്ഷെ അധികം ആൾക്കാർക്കും ആവശ്യത്തിന് സൺഷൈൻ കിട്ടുന്നില്ല. ഭക്ഷണത്തിലൂടെ ആണെങ്കിൽ പോലും വിറ്റാമിൻ ഡി കിട്ടുന്നത് കുറവായിരിക്കും. കോവിഡിൻ്റെ ലോക്ക്ഡൗൺ സമയത്ത് അധികം ആൾക്കാർക്കും വിറ്റാമിൻ ഡി കുറവായിരുന്നു. അധികം ആൾക്കാരും വിറ്റാമിൻ ഡിൻ്റെ സപ്ലിമെൻറ്റ്സ് കഴിച്ചിട്ടുണ്ട്. ഒരാഴ്ചയിൽ 60,000 യൂണിറ്റ് ഒക്കെയാണ് വിറ്റാമിൻ ഡി കഴിക്കേണ്ടത്. പക്ഷെ അധികം ആൾക്കാർക്കും അറിയാത്തൊരു കാര്യം, വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് ഒരു ഫാറ്റ് സോളിബിൾ വിറ്റാമിൻ ആണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫാറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് വിറ്റാമിൻ ഡിൻ്റെ അബ്സോർപ്ഷൻ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. അബ്സോർബ് ചെയ്ത് വിറ്റാമിൻ ഡിനെ ബ്ലഡിൽ എത്തിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് വഴി പല സ്ഥലത്തേക്കും ഡിസ്ട്രിബ്യൂഷനും പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ ഫാറ്റ് വേണം. പക്ഷെ അധികം ആൾക്കാരും വിറ്റാമിൻ ഡി കഴിക്കുന്നത് രാത്രി സമയത്തായിരിക്കും. അതിൻ്റെ ഒരു പ്രധാന കാരണം, രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പേ അധികം ആൾക്കാർക്കും മറന്നു പോകാതെ കഴിക്കാൻ സാധിക്കും. വിറ്റാമിൻ ഡി ഭക്ഷണത്തിൻ്റെ കൂടെ അല്ലാതെ രാത്രി കിടന്നുറങ്ങാൻ നേരത്തെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അബ്സോർപ്ഷനും ഡിസ്ട്രിബ്യൂഷനും മര്യാദക്ക് നടക്കില്ല. വിറ്റാമിൻ ഡിക്ക് ആവട്ടെ നല്ല വിലയുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ പൈസ വെറുതെ പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രോപ്പർ ഇഫക്റ്റ് കിട്ടില്ല. അപ്പോൾ പ്രോപ്പറായിട്ടും വിറ്റാമിൻ ഡി കഴിക്കണമെങ്കിൽ അത് ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കണം. ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ കഴിക്കണം. ഫാറ്റ് പാലിലുണ്ട്, നട്ട്സിലുണ്ട്, നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിലുണ്ട്, തേങ്ങാപ്പാൽ, അല്ലെങ്കിൽ ഉച്ചക്കാണെന്നുണ്ടെങ്കിലും രാവിലെ ആണെന്നുണ്ടെങ്കിലും ഭക്ഷണം കഴിച്ച് അതിൻ്റെ കൂടെ കഴിക്കുന്നതാണ് വിറ്റാമിൻ ഡിൻ്റെ അബ്സോർപ്ഷനും വിറ്റാമിൻ ഡിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഇഫക്റ്റിനും നമ്മളുടെ ബോഡിക്ക് നല്ലത്. രാത്രി സമയത്ത് വിറ്റാമിൻ ഡി കഴിക്കരുതെന്ന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. നമുക്ക് സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്ന, സ്ലീപ്പ് തുടങ്ങാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് മെലറ്റോണിൻ. രക്തത്തിലുള്ള മെലറ്റോണിൻ പ്രോപ്പറായിട്ടും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബ്രെയിനിലെത്തണം. ബ്രെയിനിലെ ചില ഭാഗങ്ങളെ അത് റിലാക്സ് ചെയ്യിപ്പിക്കണം. അന്നപ്പോഴാണ് സ്ലീപ്പ് തുടങ്ങുന്നത്. മെലറ്റോണിൻ ആവട്ടെ വൈകുന്നേരം സമയത്തിന് ശേഷമാണ് നമ്മളുടെ ബ്ലഡിൽ കൂടി വരുന്നത്. ഇനി വിറ്റാമിൻ ഡി നമ്മൾ രാത്രി സമയത്താണ് കഴിക്കുന്നതെങ്കിൽ വിറ്റാമിൻ ഡിൻ്റെ ലെവല് രാത്രി സമയത്ത് ബ്ലഡിൽ കൂടി വന്നു കഴിഞ്ഞാൽ വിറ്റാമിൻ ഡി മെലറ്റോണിൻ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. രക്തത്തിലുള്ള വിറ്റാമിൻ ഡി മെലറ്റോണിനായി കോമ്പറ്റീഷൻ നടത്തി വിറ്റാമിൻ ഡി കൂടുതലായിട്ടും ജയിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മെലറ്റോണിന് അതിൻ്റെ ജോലി ചെയ്യാൻ സാധിക്കില്ല. എന്നപ്പോൾ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോവാം. വിറ്റാമിൻ ഡിനെ കൂടെ തന്നെ പറയേണ്ട മറ്റൊരു സപ്ലിമെൻ്റ് ആണ് കാൽഷ്യം സപ്ലിമെൻറ്റ്സ്. കാൽഷ്യം ഒരു മിനറലാണ്, വിറ്റാമിൻ അല്ല. പക്ഷേ വിറ്റാമിൻ ഡി പോലെ തന്നെ നമ്മളുടെ ബോൺസിനും ജോയിൻസിനും മസിൽസിനെല്ലാം കാൽഷ്യം ആവശ്യത്തിനുള്ള അളവിൽ കിട്ടിക്കൊണ്ടിരിക്കണം. നേരത്തെ വിറ്റാമിൻ ഡിയും മെലറ്റോണിനും തമ്മിലുള്ള കോമ്പറ്റീഷൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബ്ലഡിൽ എത്തുന്ന കാൽഷ്യമും മെഗ്നീഷ്യവും തമ്മിലൊരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. മെഗ്നീഷ്യം കാൽഷ്യം പോലെ തന്നെ മറ്റൊരു മിനറലാണ്. മെഗ്നീഷ്യത്തിന് നമ്മളുടെ ബ്രെയിനിനെ റിലാക്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആങ്സൈറ്റി, ഉത്കണ്ഠ, ടെൻഷനൊക്കെ കുറയ്ക്കാനുള്ള കഴിവുണ്ട്. പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് മെഗ്നീഷ്യത്തിനുണ്ട്. മെഗ്നീഷ്യം രാത്രി സമയത്ത് കഴിക്കുന്നതാണ് നല്ലത്. പക്ഷേ കാൽഷ്യം നിങ്ങൾ രാത്രി സമയത്ത് കഴിക്കുകയാണെങ്കിൽ വീണ്ടും ഈ കോമ്പറ്റീഷനാണ് നടക്കുന്നത്. മെഗ്നീഷ്യവും കാൽഷ്യം തമ്മിലുള്ള കോമ്പറ്റീഷൻ നടക്കും. കാൽഷ്യം മെഗ്നീഷ്യത്തിൻ്റെ ഇഫക്റ്റ് കുറയ്ക്കാം. ചിലപ്പോൾ നിങ്ങൾ മെഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് ഒന്നും കഴിക്കുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് മെഗ്നീഷ്യം കിട്ടുന്നത് അത് വളരെ കുറച്ചാണെങ്കിൽ പോലും നിങ്ങൾ കഴിക്കുന്ന പച്ചക്കറികളും ഫ്രൂട്ട്സിലൂടെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് മെഗ്നീഷ്യം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂടെ കാൽഷ്യം കൂടി കഴിച്ചു കഴിഞ്ഞാൽ ആ മെഗ്നീഷ്യത്തിൻ്റെ എഫക്റ്റ് വീണ്ടും കുറയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് കാൽഷ്യം സപ്ലിമെൻറ്റ്സ് എഴുതി തന്നിട്ടുണ്ടെങ്കിൽ അത് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത്. അടുത്തത് പറയാനുള്ളത് ബി കോംപ്ലക്സ് വിറ്റാമിൻസിനെ കുറിച്ചാണ്. ഇത് ഒരൊറ്റ വിറ്റാമിൻ അല്ല. B1 ഉണ്ട്, B2, B3, B5, B7, B9, B12 അങ്ങനെ പലതരത്തിലുള്ള വിറ്റാമിൻ ബി ഉണ്ട്. ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ഒട്ടുമിക്ക എല്ലാ വിറ്റാമിൻസും മിനറൽസും സപ്ലിമെൻറ്റ്സിനെ കുറിച്ചും ഞാൻ മുമ്പേ വീഡിയോസ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള വിറ്റാമിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, സൈഡ് എഫക്ട്സ് എന്താണ്, അതെങ്ങനെയാണ് കഴിക്കേണ്ടത്, അതിൻ്റെ ഡോസ് എത്രയാണ്, എത്ര കാലം കഴിക്കാം, ഇങ്ങനത്തെ പല ഡീറ്റെയിൽസും ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ വിറ്റാമിൻ്റെയും ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ സ്പെസിഫിക് വിറ്റാമിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ കാണുക. ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വിറ്റാമിൻസും സപ്ലിമെൻറ്റ്സും കൂടിയും ഒരു പ്ലേലിസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടണിന് താഴെ കാണാവുന്നതാണ്. തിരിച്ച് ബി വിറ്റാമിൻസിലേക്ക് വരാം. ബി വിറ്റാമിൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ നെർവസ് സിസ്റ്റം, ബ്രെയിന്, സ്പൈനൽ കോഡും നെർവ്സിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യും. രാത്രി നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് സ്റ്റിമുലേഷൻ അല്ല നമുക്ക് വേണ്ടത്, ബ്രെയിനിന് റിലാക്സ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ രാത്രി സമയത്ത് ബി കോംപ്ലക്സ് വിറ്റാമിൻസ് കഴിക്കാത്തതാണ് നല്ലത്. ബി കോംപ്ലക്സ് വിറ്റാമിൻസ് നേരത്തെ പറഞ്ഞ ഏത് ബി വിറ്റാമിൻ ആണെന്നുണ്ടെങ്കിലും അത് കഴിക്കേണ്ട ഏറ്റവും നല്ല സമയം
രാവിലെയാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ചിലർക്ക് ഈ ബി കോംപ്ലക്സ് വിറ്റാമിൻസ് വെറും വയറ്റിൽ രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാം. ഇങ്ങനെ ഗ്യാസ്ട്രൈറ്റിസ് ഓൾറെഡി ഉള്ളവർക്ക് ബി കോംപ്ലക്സ് വിറ്റാമിൻസ് ആണെങ്കിൽ അത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത്. ബി കോംപ്ലക്സ് വൈറ്റമിൻസ് എന്ന് പറയുന്നത് വാട്ടർ സോളിബിൾ ആണ്. നേരത്തെ പറഞ്ഞ വൈറ്റമിൻ ഡി പോലെ ഫാറ്റ് സോളിബിൾ അല്ല. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കണമെന്ന് നിർബന്ധമില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂറോ 3/4 മണിക്കൂറോ കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി. അടുത്തത് പറയാനുള്ളത് omega-3 ഫാറ്റി ആസിഡ്സിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ ഫിഷ് ഓയിൽ എന്ന് പറയാം, മീനെണ്ണ ഗുളിക എന്ന് പറയാം. ഇതും വളരെ പോപ്പുലർ ആയിട്ടുള്ള സപ്ലിമെൻ്റ് ആണ്. omega-3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് വൈറ്റമിൻസ് അല്ല, ഫാറ്റി ആസിഡ്സ് ആണ്. പക്ഷേ ഈ ഫാറ്റി ആസിഡ്സ് നമ്മളുടെ ബ്രെയിനിന് നല്ലതാണ്, ഹാർട്ടിന് നല്ലതാണ്, രക്തക്കുഴലിന് നല്ലതാണ്, കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലതാണ്, പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ആണുള്ളത്. അധികം ആൾക്കാരും omega-3 ഫാറ്റി ആസിഡ്സ് കഴിക്കുന്നത് കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പെയാണ്. പക്ഷേ ഇങ്ങനെ കഴിക്കുമ്പോൾ ചിലർക്ക് പ്രശ്നങ്ങളുണ്ടാവാം, പ്രത്യേകിച്ചും ആസിഡ് റിഫ്ലക്സ് ഡിസീസ് ഉള്ളവർക്ക്. നമ്മൾ ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ആ ഭക്ഷണത്തിനെ ദഹിപ്പിക്കാൻ നമ്മളുടെ സ്റ്റൊമക്കിൽ നിന്നും ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ ആസിഡ് സ്റ്റൊമക്കിൽ തന്നെ നിൽക്കണം. തിരിച്ച് മുകളിലേക്ക് ഫുഡ് പൈപ്പിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നെഞ്ചരിച്ചിലുണ്ടാവാം. രാത്രിയത്തെ ഭക്ഷണം കഴിച്ച് ഉടനെ കിടന്നുറങ്ങുന്നവർക്കൊക്കെ ആസിഡ് റിഫ്ലക്സ് കോമൺ ആണ്. സ്ഥിരമായിട്ടും പുറത്തത്തെ ഭക്ഷണം കഴിക്കുന്നവർക്കും ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവർക്കൊക്കെ റിഫ്ലക്സ് ഡിസീസ് വളരെ കോമൺ ആണ്. ഇങ്ങനെയുള്ളവർ omega-3 ഫാറ്റി ആസിഡ്സ് രാത്രി സമയത്ത് കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതിന് പകരം പകൽ സമയത്തോ രാവിലെയോ കഴിക്കാം, ഭക്ഷണത്തിന് ശേഷം. ഫിഷ് ഓയിൽ സപ്ലിമെൻറ്റ്സിൻ്റെ വേറെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനൊരു സ്മെല്ല് ഉണ്ടാവും. അത് രാത്രി കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് ഈ സ്മെല്ല് ചിലപ്പം ബേർബ്സിലൂടെ പുറത്തേക്ക് വരാം. omega-3 ഫാറ്റി ആസിഡ്സ് രാത്രി കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു കാരണം omega-3 ഫാറ്റി ആസിഡ്സിന് ബ്രെയിനിലുള്ള സിറട്ടോണിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ലെവൽ കൂട്ടാൻ സാധിക്കും. സിറട്ടോണിനും ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. രാത്രി നമുക്ക് ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യല്ല വേണ്ടത്, കാം ഡൗൺ ചെയ്യണം, റിലാക്സ് ചെയ്യിപ്പിക്കണം. അപ്പം രാത്രി സമയത്ത് omega-3 ഫാറ്റി ആസിഡ്സ് കഴിക്കുകയാണെങ്കിലും ചിലർക്ക് സ്ലീപ്പിൻ്റെ ക്വാളിറ്റി കുറയാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ കുറേ കാലമായി മൾട്ടി വിറ്റാമിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ മൾട്ടി വിറ്റാമിൻസിലും ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് ഉണ്ടാകും. ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ വിറ്റമിൻ എ, ഡി, ഇ, കെ ആണ്. ഫാറ്റ് സോളിബിൾ വിറ്റാമിൻസ് അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ വൈറ്റമിൻ ഡി പോലെ തന്നെ ഫാറ്റ് വേണം. ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഇത്രയും കാലം മൾട്ടി വിറ്റാമിൻസ് കഴിച്ചുകൊണ്ടിരുന്നത് എംപ്റ്റി സ്റ്റൊമക്കിൽ, അതായത് വെറും വയറ്റിലാണെങ്കിൽ അതിലുള്ള ഫാറ്റ് സോളിബിൾ വിറ്റാമിൻസ് ഒന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, പ്രോപ്പറായിട്ട് അബ്സോർബ് ആയിട്ടില്ല. പക്ഷേ ചില മൾട്ടി വിറ്റാമിൻസിൽ ഫാറ്റ് സോളിബിൾ വിറ്റാമിൻസ് മാത്രമല്ല ഉള്ളത്, ബി കോംപ്ലക്സ് വിറ്റാമിൻസ് ഉണ്ട്. ബി കോംപ്ലക്സ് വിറ്റാമിൻസും വൈറ്റമിൻ സിയും വാട്ടർ സോളിബിൾ ആണ്. വാട്ടർ സോളിബിൾ ആയതുകൊണ്ട് തന്നെ ഇതിനെ പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യാൻ ഫാറ്റ് വേണ്ട. പക്ഷേ ബി വിറ്റാമിൻസ് നേരത്തെ പറഞ്ഞ പോലെ രാവിലെ സമയത്ത് കഴിക്കുന്നതാണ് നല്ലത്. വൈറ്റമിൻ സി ആണെന്നുണ്ടെങ്കിലും രാവിലെ സമയത്ത് തന്നെ കഴിക്കുന്നതാണ് നല്ലത്. ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നത് കുറച്ചും കൂടി നന്നായിരിക്കും. ഇനി നിങ്ങൾക്ക് പ്രോട്ടീൻ പൗഡറും ക്രിയാറ്റിനും ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് ഒക്കെ ഏത് സമയത്താണ് കഴിക്കേണ്ടതെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടൻ്റെ താഴെയൊക്കെ കാണാം. ഈ വീഡിയോയിൽ ഞാൻ എല്ലാ വിറ്റാമിൻസും സപ്ലിമെൻറ്റ്സും കവർ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇനി ഏത് വിറ്റാമിനെ കുറിച്ചാണ് കൂടുതലായിട്ട് അറിയേണ്ടത് അത് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ചും വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ വിറ്റാമിൻസിനെയും സപ്ലിമെൻറ്റ്സിനെയും കുറിച്ച് ചെയ്തിട്ടുള്ള പ്ലേലിസ്റ്റ് അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.